നിങ്ങൾക്ക് ഞാൻ ഡെയ്സിയുടെ കഥ പറഞ്ഞു തരട്ടെ. ഡെയ്സി കമ്മലിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ആ കഥയൊന്ന് പറഞ്ഞേക്കാം. ഡെയ്സി എന്ന് പറഞ്ഞ സ്റ്റോറി എഴുതിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ. ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ബുക്സ് ആണ് അധികം എഴുതിയിട്ടുള്ളത്. അതുപോലത്തെ കഥകളാണ്. പക്ഷേ ആ കഥകൾക്കും ആ കവിതകൾക്കും ഒക്കെ അദ്ദേഹം എഴുതുന്നതിനൊക്കെ ഒരുപാട് ഫിലോസഫിക്കൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഡെയ്സി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുഞ്ഞു ഫ്ലവർ ആയിരുന്നു. ഒരു പാച്ച് ഓഫ് ഗ്രാസിൽ ഇത് നല്ല ഭംഗിയായിട്ട് നിന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലാർക്കില്ലേ, നന്നായി പാട്ട് പാടുന്ന ലാർക്ക്, ഇറ്റ് കെയിം ഡൗൺ ആൻഡ് സാറ്റ് നിയർ ഇറ്റ്. അങ്ങനെ അവർ ഫ്രണ്ട്സായി. പക്ഷെ ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് ആ ഗാർഡനിൽ വേറെയും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ട്യൂലിപ്സ് ഉണ്ട്, അതുപോലെ ക്രിസാന്തമംസ് ഉണ്ട്, അങ്ങനെ കുറേ സൺഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സ് എല്ലാം വീട്ടിനകത്തേക്ക് റോസസ് ഉണ്ട്, എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ ഡെയ്സി വിചാരിക്കും, ഓ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ കുട്ടികൾ എനിക്ക് ഇത്രയും മനോഹാരിത ഇല്ലാത്തത് നന്നായി, എൻ്റെ ഭംഗി അവരുടെ കണ്ണിൽ പെടാനില്ലല്ലോ. പക്ഷേ ലാർക്ക് ഇസ് സിംഗിങ് ഫോർ മീ എന്ന് പറഞ്ഞിട്ട് അവർ വളരെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ലാർക്കിനെ ഈ കുട്ടികൾ പിടിച്ചുകൊണ്ടുപോയി കൂട്ടിലടിക്കും. സോ ഇറ്റ് സ്റ്റോപ്ഡ് സിംഗിങ്. അപ്പോൾ ഈ ഡെയ്സിക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്ന സമയത്തുണ്ട് ഒരുത്തം വന്നിട്ട്, നമുക്ക് ഈ ലാർക്കിന് ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കി നോക്കാം, ഈ പുല്ലൊക്കെ കുറച്ചുകൊണ്ടൊന്ന് അവിടെ വെക്കാം, സോ ദാറ്റ് ലാർക്ക് വിൽ സ്റ്റാർട്ട് സിംഗിങ്. ആ പാച്ചോടെ ഈ ഡെയ്സിനെയും കൊണ്ടുവന്ന് അവിടെ വെക്കും. ഓക്കെ, ഡെയ്സിക്ക് ഒരു ഇച്ചിരി സന്തോഷം തോന്നി, ലാർക്കിൻ്റെ അവിടെ ഇരിക്കാമല്ലോ എന്ന്. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴും ലാർക്ക് പറയണേ, നീയും ഇതിനകത്ത് പെട്ടല്ലോ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് സിംഗ് ചെയ്യാനൊന്നും പറ്റില്ല, ആ കുട്ടികൾ മറന്നുപോയി വെള്ളം വെക്കാനായിട്ട്. അങ്ങനെ ആ ലാർക്ക് ദാഹിച്ച് അവിടെ മരിച്ചു വീഴുന്നു. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്യുമ്പോൾ ഈ ഡെയ്സി ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ആ പാച്ച് ഓഫ് ഇത് പിന്നെ ആവശ്യമില്ലല്ലോ കൂട്ടിൻ്റെ അകത്ത്, അതെടുത്ത് അങ്ങ് എറിഞ്ഞു കളയുന്നു. സോ ദിസ് ഈസ് വാട്ട് ദറ്റ് സ്റ്റോറി ഈസ്. അപ്പോൾ ആ ഡെയ്സിയുടെ ഒരന്ത്യം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ലാർക്കിൻ്റെയും ഡെയ്സിയുടെയും ആ ഒരു പ്രണയം പോലെയാണ് അദ്ദേഹം പറയുന്നത്. അത് അവിടെ ബ്രേക്കായി പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ബേസ് ചെയ്തും പിന്നെ ഡെൻമാർക്കിൻ്റെ ഫ്ലവർ എന്നുള്ള രീതിയിലും ഈ ഡെയ്സി ജ്വല്ലറി ഇല്ലേ ഭയങ്കര ഫേമസ് ആണ് അവിടെ. സോ ഡെൻമാർക്കിൽ പോകുന്നവർ ഡെയ്സി ജ്വല്ലറി വാങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു.